അപ്പോൾ പാലക്കാടിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി അറസ്റ്റ് ഭീതി ഒഴിവായതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി പാലക്കാട് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം ഏകദേശം ഉച്ചക്ക് 12 മണിയോടുകൂടി 24-ാം വാർഡ് രണ്ടാമത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ വളരെയധികം വിഷമിപ്പിച്ച ഒരാൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത്. കാരണം കഴിഞ്ഞ സസ്പെൻഷനിലിരിക്കെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിന് ഇറങ്ങിയതിൽ വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ അതിന്റെ നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പാലക്കാട് എത്തിയിരിക്കുന്നത്. 14 ദിവസമായി അദ്ദേഹം കർണാടകത്തിൽ ഒളിവ് ജീവിതം തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കുകയാണ് എന്നാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താലും കോടതിയിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നോട്ടീസ് നൽകിയതിനു ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ പോലീസിന് സാധിക്കുകയുള്ളൂ. കാരണം 2 കേസിലും ഒന്നിൽ ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ അവർക്ക് തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ഒരു മുന്നേ മുരളീധരൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞ വാർത്ത തീർച്ചയായിട്ടും ഇതുകൂടി മനസ്സിലാക്കി തന്നെ ആയിരിക്കണം. അത് കോൺഗ്രസ് പാർട്ടിക്കോ പ്രവർത്തകർക്കോ യാതൊരു വിധത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷൻ്റെ കഴിവുകേട്. അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ സ്റ്റാൻഡിൽ മാറ്റമില്ല. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലൊക്കെ ഇനി നോക്കേണ്ടത് പോലീസുമാണ്. ഏതായാലും കേരള പോലീസ് അമ്പേ പരാജയപ്പെട്ടു. മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിന് 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ടെന്നൊക്കെ വീമ്പടിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിൻ്റെ കഴിവുകേട്. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇടപെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പുകഞ്ഞ കുള്ളി പുറത്ത് തന്നെ എന്നാണ്. ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിന് മുന്നേ സസ്പെൻഷൻ ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗോദയിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം വീണ്ടും അത്തരം ഒരു കാര്യം വീണ്ടും ചെയ്യാനുള്ള ഒരുപാട് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഇപ്പോൾ മുരളീധരനിലൂടെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വല്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് പെൺകുട്ടികളെ പ്രേമിച്ച് വലയിലാക്കുക, അതിനുശേഷം ശാരീരികമായിട്ട് ഉപയോഗിക്കുക, അതിനുശേഷം പുറന്തള്ളുക. ആ സമയത്ത് കേസുമായി പോകുന്ന സമയത്ത് പറയുന്നത് പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക വീഴ്ച ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധി മുൻകൂട്ടി കണ്ടു തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു MLA എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും ഒരു ജനപ്രതിനിധിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. കാരണം അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരം പെൺകുട്ടികളെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പവർ വെച്ചുകൊണ്ട് MLA എന്നുള്ള പവർ വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ ചെയ്തു തരാമെന്നും മറ്റു കാര്യങ്ങളിലുള്ള അറിവും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം വലിച്ചെറിയുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഒരു കുട്ടിയെ പോലും കല്യാണം കഴിക്കാം എന്ന് പറയുകയല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇതിലും വലിയൊരു ആശ്ചര്യം എന്ന് പറയുന്നത് എന്തൊരു വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദിലീപിന് വേണ്ടിയും ഘോരം മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ ചർച്ചയിലെല്ലാം തന്നെ ഘോരം ബാധിച്ചിരുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 11 കിലോ വെയിറ്റ് ഇപ്പോൾ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. 5 ദിവസത്തോളം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുകയും 4 ദിവസത്തോളം അദ്ദേഹം പൂർണ്ണ നിരാഹാരം ഇരിക്കുകയും എല്ലാം ചെയ്ത് കോടതിയെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു വെല്ലുവിളി
കോടതിയുടെ നിയമങ്ങൾക്ക് എതിരാണ് എന്ന് തീർച്ചയായിട്ടും കോടതി മനസ്സിലാക്കുകയും അദ്ദേഹം യാതൊരു തരത്തിലും കോടതി നടപടികളോട് സഹകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കോടതി അതിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടത്. ശരിക്കും അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ അല്ലെങ്കിൽ ഒരാൾജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു കുറ്റമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൊണ്ടും അദ്ദേഹം ചെയ്തു കൂട്ടിയ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നതടക്കമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതടക്കം കണക്കെടുത്താണ് നമ്മുടെ കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം. കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും 100% നമ്മുടെ ദിലീപ് പുറത്തു വരുന്നെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് ഘോരം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിരുന്നു. ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയത് തീർച്ചയായിട്ടും ദിലീപിന് വലിയൊരു നഷ്ടം തന്നെയാണ്. ആ ഒരു നന്ദി തീർച്ചയായിട്ടും ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ദിലീപ് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വാദിച്ച് 2 പേരും സുഖമായിട്ട് ഇപ്പോൾ നാട്ടിലൂടെ വിലസി നടക്കുകയാണ്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഏകദേശം 14 ദിവസത്തോടടുത്ത്, അദ്ദേഹം 2 ആഴ്ചയോട് അടുത്തിരിക്കുകയാണ്. ജയിലിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ ഈശ്വറിന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം തീർച്ചയായിട്ടും നാളെ ഉച്ചയ്ക്ക് ശേഷം 11 മണിക്ക് ശേഷമേ അദ്ദേഹത്തിന് ഒരു പുതിയ ബെയിൽ മുന്നോട്ട് വെക്കാനും അതിൽ ജാമ്യം തേടാനും വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതായാലും ജാമ്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മൊഴി കൊടുത്തതിലുള്ള വൈരുദ്ധ്യം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ അത് എടുത്ത സമയത്തിലെ തെറ്റും തീർച്ചയായിട്ടും കോടതി പരിഗണിക്കുകയാണ്. കാരണം നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷനും അതുപോലെ തന്നെ എല്ലാവർക്കും 2ാമത്തെ പെൺകുട്ടി പരാതി അയച്ചിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു കാര്യവും ഈ ഒരു വിവരവും എല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ പെൺകുട്ടിയുടെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കൊടുത്ത മൊഴിയിലും വൈരുദ്ധ്യം കാണുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ബലാത്സംഗം ചെയ്തതിന് ശേഷം ഉണ്ടായ മുറിവ് മാറാൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം 2ാമത് കൊടുത്ത പറയുന്നത് വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമുണ്ടാവും എന്ന് വിചാരിച്ച് മരുന്ന് കഴിച്ചില്ല എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ ബാഹ്യ സമ്മർദ്ദം ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി ഈ കേസിൽ സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കോടതി പരിഗണിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരിതമായിട്ടാണോ ഈ പരാതി എന്നിവരെ കോടതിക്ക് സംശയമുണ്ട്. ഏതായാലും കോടതിയുടെ മുമ്പിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ബലാത്സംഗ കുറ്റം നടന്നതായി പിടിക്കാൻ പറ്റിയ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ ഇരക്കോ അതുമായി ബന്ധപ്പെട്ട വക്കീലിനോ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നമുക്ക് വാർത്ത കാണാം. അത് രജിസ്റ്റർ ചെയ്ത രീതിയിൽ ഒപ്പം തന്നെ ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ ഇതിലെല്ലാം തന്നെ കോടതി ഒരു സംശയം കാണുന്നു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവം കാണുമ്പോൾ, അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ ഒരു തരത്തിൽ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതി അത് ക്രൈംബ്രാഞ്ച് അതിൻ്റെ മുമ്പിൽ അതിനു മുൻപ് തന്നെ ഈ പരാതിക്കാരിയുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് കോടതി പറയുന്നത്. എന്ന് മാത്രമല്ല പോലീസ് FIR ഇടുന്നത് പോലും അതിനു മുൻപ് തന്നെ പരാതിക്കാരിയുടെ വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വന്ന സാഹചര്യം ദുരൂഹമായി കോടതിയെ കാണുന്നു. മാത്രമല്ല ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ ബലാത്സംഗം നടന്നു എന്നതിന് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ വെച്ച് പ്രഥമ ദൃഷ്ടിയ അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ഈ സംഭവം നടന്നതിന് ശേഷം ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിന് ശേഷവും ഇവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനുള്ള സ്ക്രീൻഷോട്ടുകൾ ആ ചാറ്റുകളുടെ ഷോട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി ഇക്കാര്യങ്ങൾ അങ്ങനെ ഒരു ബലാത്സംഗത്തിന്റെ സൂചനയൊന്നുമില്ല എന്നതാണ് കോടതി നിരീക്ഷിക്കുന്നത്. 2, ഈ FIR ഇട്ട രീതിയെ തന്നെ വിമർശിക്കുന്നുണ്ട് കോടതി. മാത്രമല്ല മൊഴിയുടെ വൈരുദ്ധ്യം, അതായത് മൊഴിയിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ FIR-ൽ പറയുന്നത് ഈ ബലാത്സംഗത്തെ തുടർന്നുണ്ടായ മുറിവ് അതിന് ഒരു മരുന്ന് ഏൽപ്പിച്ചു, അത് കഴിക്കാൻ പറഞ്ഞു, പക്ഷേ അത് കഴിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മൊഴി കൊടുത്തപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് വീട്ടുകാർ അറിയാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ അപ്പാടെയുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകെ കോടതി പറയുന്നത് ഈ പരാതിക്ക് പിന്നിൽ
ഒരു സമ്മർദ്ദമുണ്ട് എന്ന കാര്യം തള്ളിക്കളയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു അപ്പോൾ ഏതായാലും ഈ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ അവസാനം പറഞ്ഞ ഒരു വാദം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ആദ്യം പ്രേമം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കുന്നു, അതിനുശേഷം അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു. ആ ഉപയോഗം ചെയ്തതിന് ശേഷം തീർച്ചയായും അവരെ ഉപേക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന പതിവ്. കാരണം ഒന്നല്ല രണ്ടല്ല, രണ്ടിൽ കൂടുതൽ പരാതികൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നമ്മുടെ യുവ MLA-ക്കെതിരായിട്ട് വന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ അവരെ അത്തരത്തിൽപ്പെട്ട ഒരു പ്രേരണയ്ക്ക് ശേഷം കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഞങ്ങൾ ഉഭയകക്ഷി പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് എന്നും ഇത് ഒന്നല്ല അതിൽ കൂടുതൽ എത്രയോ തവണ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഇതൊരിക്കലും ബലാത്സംഗമായി കണക്കാക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നാണ് പറയുന്നത്. നിയമത്തിൻ്റെ കണ്ണിൽ അതൊരു ശരിയായ കാര്യമാണ്. പക്ഷേ അവരുടെ ജീവിതം, രണ്ട് പേരുടെ ജീവിതവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA തകർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്കും ഒരു ജീവിതമുണ്ട് എന്നും അവരുടെ മാനസിക വിഷമവും സങ്കടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ ഒരു MLA എന്ന നിലയ്ക്കെങ്കിലും അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പ്രഷർ ചെയ്തു എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊന്നും കോടതി ഇപ്പോൾ പരിഗണിക്കുകയില്ല. കാരണം ഇത് ഒന്നല്ല രണ്ടല്ല അതിൽ കൂടുതൽ 10 കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചു. അത് തന്നെയാണ് കോടതി ഒരു അനുകൂലമായിട്ട് എടുക്കുന്നത്. കാരണം ഇത് ഉഭയകക്ഷി പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്, ഇതിന് നിയമപരമായിട്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇതിൻ്റെ മുന്നേ റിപ്പോർട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം പുറത്തിറക്കിയത്. ആ ഒരു ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിന് മുതലാക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ടി വരും. കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഹാജരാക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ കിട്ടിയ ഈ ഒരു ആനുകൂല്യം റദ്ദാക്കിക്കൊണ്ട് വീണ്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ടതായിട്ടും വരും. ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ട് സജ്ജനാണ്. അതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും വക്കീലെയും കണ്ടുകൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നുകൊണ്ടും മുൻകൂട്ടി ഒരു മുന്നേ എറിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ പ്രതികരണമെന്ന് നമുക്ക് കാണാം. പിണറായി പോലീസിൻ്റെ കഴിവുകേട് തന്നെയാണ് ഇത് എന്ന രീതിയിലാണ് നമ്മുടെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് വീണ്ടും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.